Hi, Namaste. Welcome back. Yes, welcome back to my channel. Trader. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ആഴ്ചയിലെ പെർഫോമൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടായത് മെയ് തുടങ്ങിയത് മുതൽ ഇതുവരെ നമ്മുടെ സുഹൃത്തെ ബാങ്ക് നിഫ്റ്റിയിൽ കൊടുത്ത പെർഫോമൻസ് അതിൽ എത്രത്തോളം സിക്കിൾ സക്സസ് ആയി, അതിൽ റിവേഴ്സ് പോയെന്ന് മനസ്സിലാക്കിയത് എങ്ങനെ, എത്രത്തോളം നമുക്ക് ലോസ് വന്നു, എത്ര സിക്കിൾ കിട്ടി, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ലൈവ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഫുൾ ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗ് തുടങ്ങി ഡൗൺ ആണ്. കഴിഞ്ഞ ദിവസം നമുക്ക് പുതുതായിട്ട് സിക്കിൾ ഇന്ന് കിട്ടിയിട്ടില്ല, തലേ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് പോയിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഇറങ്ങി തൊട്ട് മാർക്കറ്റ് ഡൗൺ ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 65 പോയിൻറ്റ്സ് ഡൗണിലാണ്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മാർക്കറ്റിൽ നിന്ന് കയറി, പക്ഷേ അത് ബൈ സ്ട്രോങ് അല്ല തിരിച്ചിറങ്ങും എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. സെല്ല് തന്നെ ഹോൾഡ് ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജിയിൽ എക്സ്ട്രാ കളർ നമുക്ക് സൈഡ് വേസിൽ കാണിച്ചു തരും. ഇപ്പം നമുക്ക് ബ്ലൂ കളർ, ഓറഞ്ച് കളറൊക്കെ നമുക്ക് എക്സ്ട്രാ, അതേപോലെ ഹോളോ ക്യാൻസ് വൈറ്റ് ഒക്കെ നോക്കിയാൽ സൈഡ് വേസ് ആണ് നമുക്കവിടെ മെൻഷൻ ചെയ്യുന്നത്. ഒരു സിഗ്നൽ വന്ന് ഇപ്പം ടാർഗറ്റ് ഹിറ്റ് ആകാതെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ടാർഗറ്റ് വരെ എത്തില്ല, റിവേഴ്സ് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനുള്ള ലെവൽ അവിടെ തരും. അപ്പം ഇതിൽ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇതിൽ ഇന്നത്തെ സിക്കിൾ നോക്കി ഇന്ന് നല്ല മാർക്കറ്റ് ഡൗൺ ആണ്. നമുക്ക് തലേദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിട്ട് മാർക്കറ്റ് അടിച്ചിറങ്ങുമായിരുന്നു. ലേറ്റസ്റ്റ് സിക്കിൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് മേളിലും താഴെയും കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂഷൻ പോകുമ്പോൾ പിന്നെ റീ എൻട്രി ആണ് തരിക. ടാർഗറ്റ് 3 കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും. അപ്പം ഗ്യാപ് ഡൗണിൽ അടിച്ചിറങ്ങിയ ശേഷം പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടിച്ച് മാർക്കറ്റ് ഇറങ്ങുമായിരുന്നു. ഇവിടെ ഒരു നല്ലൊരു വോളറ്റിലിറ്റി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറി അഗെയിൻ നമുക്കിവിടെ ഡൗൺ ഇറങ്ങി നല്ലൊരു ട്രേഡായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നോക്കുകയാണ് പുൾ ബാക്കാണ്, തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യത ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ടോട്ടൽ നോക്കുകയാണ് സെല്ല് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ. അതേപോലെ നമുക്ക് ഇന്ന് 8th മെയ്യിലാണ്. ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ 7th പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 7th നമുക്ക് 2 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സെൽ ട്രേഡ്, ഒന്ന് ബൈ ട്രേഡ്. അതിൽ മോർണിംഗിൽ അതിന് മുമ്പ് അതായത് 6th വന്ന് ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി. അവിടെ നിന്നൊരു നല്ലൊരു അപ് ട്രെൻഡ്, സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ്, നല്ലൊരു പെർഫോമൻസ് ആയി, നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് ബൈ നമുക്ക് കിട്ടിയതിൻ്റെ കണ്ടിന്യൂഷൻ പോയതാണ്. തിരിച്ചിവിടെ ഒരു ഡൗൺ തന്നു, അത് കൺഫേം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആയിട്ട് കളർ ചേഞ്ച് കൊടുത്ത് അത് കഴിഞ്ഞ് വന്ന ബൈ കയറിയിട്ടുണ്ട്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തെന്ന് നല്ലൊരു റിട്ടേൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവിടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അതിന് മുമ്പ് അത് കഴിഞ്ഞ് നമുക്ക് സിഗ്നൽ സൈഡ് വേസ് ആണ് ട്രേഡ്, നമുക്ക് സെല്ല് കൺഫേംഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ബൈയും സെല്ലും നമുക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ട്. ബൈ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതിന് മുമ്പ് നമുക്ക് സെല്ല് തന്നിട്ടുണ്ട്. മോർണിംഗിൽ ഓപ്പൺ ആയപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിൽ കയറി ഒരു സിഗ്നൽ വന്നു, പക്ഷേ അവിടെ മാർക്കറ്റ് തിരിച്ചിറങ്ങുമായിരുന്നു. ഇവിടെ ട്രേഡ് നമുക്ക് ആക്ച്വലി അവിടെ കൺഫേം ആണെങ്കിൽ തിരിച്ചൊരു ബ്രേക്കൗട്ട് പോയിട്ടില്ല. അവിടെ ട്രേഡ് ആക്ച്വലി എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഗ്യാപ്പ് അപ്പിൽ കയറിയ ശേഷം തിരിച്ച് പുൾ ബാക്കിൽ നിന്ന് ബ്രേക്കൗട്ട് പോയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് 5th പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നല്ലൊരു ഡൗണും അത് കഴിഞ്ഞ് നല്ലൊരു ബൈയും വന്നു. രണ്ടും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിന് മുമ്പും നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. മോർണിംഗിൽ നല്ലൊരു ബൈ സൈഡും അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഡൗൺ സൈഡും 4th പെർഫോമൻസ്. സെല്ലിലും 3 ടാർഗറ്റും ഹിറ്റായി. അതിന് മുമ്പ് മോർണിംഗിൽ വന്ന ബൈയും സക്സസ് ആയിരുന്നു. അതിന് മുമ്പ് 30th നമുക്ക് കാണിച്ച പെർഫോമൻസും കണ്ടിന്യൂഷൻ ആയിട്ട് തലേദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ പോയി. ലാസ്റ്റ് നമുക്ക് ബൈ വന്ന് കയറുകയായിരുന്നു. അപ്രോക്സിമേറ്റ് 12 മണിക്ക് ശേഷം വന്നൊരു ബൈ ആയിരുന്നു. നല്ല ട്രേഡായിരുന്നു. 3 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 29th നല്ലൊരു അപ് ട്രെൻഡ്, നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് നോക്കുകയാണെങ്കിലും നമുക്ക് 28th നല്ലൊരു ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് 27th പെർഫോമൻസ് ആണ്. നമുക്ക് മോർണിംഗിൽ നമുക്കൊരു സെല്ല് തന്നു, സെല്ല് പെട്ടെന്ന് അടിച്ചിറങ്ങുകയായിരുന്നു. പക്ഷെ പിന്നെ പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെ അവിടെ ഇറങ്ങിയ ശേഷം ഒരുപാട് ഇറങ്ങാതെ തിരിച്ചു പോയി. ഇവിടെ ഒരു നമുക്ക് ട്രേഡ് നമുക്ക് റിവേഴ്സ് പോയിട്ടുണ്ട് ഒബ്വിയസ്ലി. അത് കഴിഞ്ഞ് വന്ന ബൈ ആക്യുറേറ്റ് ആയിരുന്നു. സിഗ്നൽ കറക്റ്റ് കൺഫേം റെസിസ്റ്റൻസ് സ്ട്രോങ് കട്ട് ചെയ്യായിരുന്നു. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ്, അപ് ട്രെൻഡും ഡൗണും നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് ഇൻഡിക്കേഷൻ സിഗ്നൽ ഒന്ന് കൺഫേം ആയി പെട്ടെന്ന് റിവേഴ്സ് പോകുന്ന സാഹചര്യം നമുക്ക് കൺഫർമേഷൻ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള ലെവൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കൺഫർമേഷൻ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും കറക്റ്റ് ലെവലിൽ കിട്ടാൻ കുറച്ച് കയറിയിട്ട് നമുക്ക് കൺഫർമേഷൻ കറക്റ്റ് ബ്രേക്കൗട്ട് അല്ലാണ്ട് പെട്ടെന്നൊരു ഹൈക്കിൽ ഇടിച്ച് കൺഫേം ആവുന്നതൊക്കെ പുൾ ബാക്ക് പിടിച്ചിട്ട് എടുക്കാം. അവിടെയൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. അതിൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതിൻ്റെ ട്രെയിനിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തരും. കൺഫർമേഷൻ ഇവിടെ വന്നിരിക്കുന്ന നോക്കുമ്പോൾ പോലെ മനസ്സിലാവും. സിഗ്നൽ ട്രെൻഡ് ലൈൻ തിരിയുന്നതിനോടൊപ്പം താഴെ മേളിൽ ഒന്നിച്ച് കൺഫേം എന്ന റെസിസ്റ്റൻസ് കട്ട് ചെയ്യുകയാണ്. അപ്പം ഡിലേ വരുന്ന, അതായത് സിഗ്നൽ കൺഫർമേഷൻ കറക്റ്റ് വരാത്ത സിഗ്നൽസ്
നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. അത് കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ മാച്ച് ആവത്തില്ല. അപ്പോൾ മാർക്കറ്റ് കയറും, അപ്പോൾ പെട്ടെന്ന് കയറുന്ന സമയത്ത് കറക്റ്റ് മാച്ച് വരത്തില്ല. മാച്ച് വരാതെ പിന്നെ കയറി കൺഫേം ആവുന്നതൊക്കെ പിന്നെ പുൾ ബാക്കിൽ എടുക്കണം. അല്ലെങ്കിൽ നമുക്കത് സ്കാൽപ്പിംഗ് അടിച്ച് നമ്മൾ 1 മിനിറ്റിനുള്ളിൽ നമ്മളെടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ബൈ ട്രേഡ് സ്കാൽപ്പിംഗ് നമുക്ക് കിട്ടി. അത് ട്രെൻഡ് റിവേഴ്സ് പോകുന്ന സമയം തന്നെ നമുക്കറിയാൻ പറ്റും. അതിൽ താഴെയും ആയിട്ട് നമുക്ക് 2 ചാർട്ടായിട്ട് 1ഉം 5ഉം കമ്പയർ ചെയ്താലും നമുക്ക് ഈസിയാണ്. പക്ഷെ അത് നമുക്ക് മോർണിംഗ് സൈഡിലാണ് കുറച്ചുകൂടെ 1 മിനിറ്റിൽ സക്സസ്. പിന്നെ ക്ലോസിംഗ് ലെവലിൽ ഇടയ്ക്ക് 1 മിനിറ്റ് വളരെ കൺഫ്യൂസിങ് ആവും. പക്ഷേ കൂടുതലും ആക്യുറസി 5ലാണ്. 5ൽ വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.